ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബുഷ് ട്രാവലർ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പുളിപ്പുണ്ണി മെയിൻ ട്രയൽസ് എടുക്കാൻ വേണ്ടിയായിരുന്നു. കഴിഞ്ഞ വീട്ടിൽ കാണിച്ചൊരു ചെറിയ മലയായിരുന്നു. അപ്പോൾ ഇന്ന് അവിടുത്തെ ഇലക്ഷൻ ദിവസം കൂടിയാണ്, അപ്പോൾ അതിൻ്റെ തിരക്കും ഉണ്ടാവും. അപ്പോൾ വെച്ച് ലാഗാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുകൊണ്ട് സെലക്ഷൻ്റെ കാര്യമായിട്ട് ആൾക്കാർ നല്ല ടൈറ്റാണ്, പോലീസൊക്കെ ഉണ്ട്. ചേട്ടാ ഈ വഴി പോകാൻ പറ്റില്ലേ? ഇലക്ഷനാണെന്ന് വെച്ചാൽ പോലീസുകാരൊന്നും മിഷൻ ഉണ്ടാക്കില്ല കേട്ടോ. നല്ല തിരക്കാണ്, ടൈറ്റാണ്. മിഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞാൽ റൈറ്റിലേക്കുള്ള വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ റൈറ്റിലേക്കും ഈ ലെഫ്റ്റിലേക്കും ഉള്ളതും ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ വഴിയെല്ലാം കയറിപ്പോയായിരുന്നു. പിന്നെ പകുതിക്ക് വെച്ച് തിരിച്ചു പോയായിരുന്നു. ഗായ്സ്, അപ്പോൾ ഇതാണ് മെയിൻ സ്പോട്ടെന്ന് തോന്നുന്നു. എന്താണ് ജസ്റ്റ് ഒന്ന് കയറ്റി കുറച്ച് എവിടം വരെ എത്തും നോക്കാം. പണി പാടി സംഭവം തെങ്ങ് ട്രാക്ക് മാറി നോക്കാൻ പറ്റും. ട്രാക്ക് മാറി అది ఏంజలా? वो एंजल नहीं है। ഞങ്ങളുടെ നാട്ടിൽ ഏഞ്ചലൊക്കെ ഇങ്ങനെയാടാ. താങ്ക് യുടാ. തൻ്റെ ഇവിടുള്ള ആൾക്കാർ സഹകരിക്കുന്നല്ലോ. അത് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് കയറ്റി എടുക്കൂല. ഇതാണ് ഒറ്റയ്ക്ക് ഓഫ് റോഡ് ചെയ്യാൻ വരുമ്പോഴുള്ള കുഴപ്പങ്ങൾ. അമ്മാരി കൂടി ട്രാക്ക് മാറിപ്പോയി ബാക്കിയില്. ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ വിചാരിച്ച് തന്നെ വേണം വരാൻ. അപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ലോക്കാവും. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ മഞ്ചക്കുഞ്ഞുണ്ടായില്ല, ലോക്കാവും. തിരിച്ചു പോക്കിന് വൈകുന്നേരം ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്നത് സമയം പിടിക്കുന്നല്ലോ, ക്ഷീണിക്കും. പിന്നെ തുടക്കക്കാരായാണ് നമ്മൾ ടെൻഷൻ അടിക്കും, നല്ല പോലെ പേടിക്കും. ഓ ഗൈസ്, ഇതും പണിയാവും. പക്ഷെ മാറിപ്പോയി കഴിഞ്ഞാൽ പോയി. ബാക്ക് വീല് ചുമ്മാ നടന്ന് സ്പിന്നായിക്കൊണ്ടിരിക്കണം. ബാക്ക് വീല് ഫ്രണ്ട് വിശന്ന് ഓടിയിട്ടുണ്ട് നല്ലോണം. ഒന്നും കഴിച്ചില്ല. 2 പഴം ഉണ്ടായിരുന്നു, ഒരെണ്ണം കഴിച്ചു. ഈ കുഴി ചാടിച്ചേക്കാൻ നേരത്തെ, അല്ലെങ്കിൽ എന്തായാലും ആൾ കുഴിച്ചിട്ട് അങ്ങോട്ട് പോവും. അടിപൊളി.
വലത്തെ കാല് സ്ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കാം. ഗ്രൂപ്പായിട്ട് തന്നെയാണ് കേസ് നല്ലത്, വെറുതെ പണി കിട്ടും. പിന്നെ അടുക്കത്തെ സംഭവത്തിൽ കയറി കിടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കയറിയാലും ഒരു സൈഡിലേക്ക് എന്തായാലും തന്നെ ഇറങ്ങിപ്പോവും, ബാക്ക് വീലൊക്കെ വെട്ടിപ്പോവും. ചുരുക്കത്തിൽ എടുക്കാണ്ടിരിക്കണ അപ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അത്യാവശ്യം അടിപൊളി വ്യൂ. അവിടെ പുഴയൊക്കെ ഉണ്ട്, അത് ഈ ഗോപ്രോയിൽ കാണാൻ പറ്റുന്നുള്ള കാര്യം അറിയില്ല. ഒരു ജീപ്പും ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഫാമിലിയാണ്. അവർ ജസ്റ്റ് ഇവിടുന്ന് കറക്കി അടുത്തടുത്ത മൊട്ടക്കുന്നുകളിൽ കയറ്റിയിട്ട് പുള്ളി ഡ്രൈവർ ഒരു ഇൻട്രോ കൊടുത്ത് സെറ്റാക്കും. പിക്കൊക്കെ എടുത്ത് അവർ പോകും. ജീപ്പിൽ ഓഫ് റോഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ ഈ സീരീസിലെ ലാസ്റ്റ് കാലെത്തിയിട്ടുണ്ട്. അവിടെയാണ് അത്യാവശ്യം ടോപ്പ് എൻ്റെ എനിക്ക് തോന്നാൻ. മോളിൽ പറഞ്ഞ ജീപ്പാറെ കേൾക്കണം, നമുക്ക് എന്താവും നോക്കാം. അത്ര തെന്നലില്ല, പിന്നെ എപ്പോഴാണ് വീഴണമെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ചെളിയുടെ അത്ര അപകടം ഇല്ലെന്ന് തോന്നുന്നു ചാറിൽ. ഈ ജീപ്പിന്റെ റേറ്റ് എങ്ങനെയാ? ജീപ്പിനോ? ആ, ഒരാൾക്ക് പെർ ഹെഡ് ഒരാളേ ഉള്ളൂ. അല്ല, ഒരാൾക്കാണെങ്കിൽ എന്ന് പറ പെർ ഹെഡിനാണ് എന്താ? ഒരാൾ പോയാലും എല്ലാം ഓട്ടോ എല്ലാം സെയിം ആണ്. ഒരു ഫുള്ള് റൈഡ്. അപ്പോൾ 5 പേരായാലും 5 പേര് കുഴപ്പമില്ല. താഴ്ന്നെടുത്തിട്ട് മുകളിൽ കയറ്റി വിടും. ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതല്ല, വേറെ പോയിന്റുകളുണ്ട് ടണലിൻ്റെ അവിടെ. അല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇത് ഓഫ് റോഡ് കയറാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ വൈകുന്നേരം വരെ ഉണ്ടാവും? ഉണ്ട്, ഇല്ല. ഓഫ് റോഡും ഉണ്ട്, സൈറ്റ് സീനും ഉണ്ട്. അപ്പോൾ ഇത് പാക്കേജ് ആയിരിക്കുമല്ലോ, ഫുഡ് അടക്കം? അത് റിസോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ. അല്ലാതെ വ്യക്തികളായിട്ട് വരുവാണെങ്കിൽ വ്യൂ പോയിന്റ് മറ്റേ ആ കാണുന്ന മല കണ്ടോ? ആ മലക്ക് അടിവശമാണ്. ഇങ്ങനെ കിടന്ന മല കണ്ടോ? അതിന് അടിവശമാണ്. അവിടെ നമ്മൾ ടെന്റ് എടുക്കണം, റോഡ് സൈഡ് എല്ലാം കഴിച്ചു, എല്ലാം പുള്ളി കേട്ടോ. ആ ലൊക്കേഷൻ ഫോട്ടോ ഒക്കെ പുള്ളി നോക്കി കഴിഞ്ഞാൽ അയച്ചു തരും. ഇപ്പൊ ഇന്ന് വന്നത് എന്തായാലും കുഴപ്പമായി. മഴ ചാരി കിടക്കാതെ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റില്ല. ഗൈസ്, അങ്ങനെ പുള്ളി നമുക്ക് അവിടെ ടെൻ്റ് അടിക്കുന്ന ടീമുകളുടെ നമ്പറൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ ഗസ്റ്റിനെയും കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. പുള്ളി നമ്മളോട് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ നല്ലോണം ക്ഷീണിച്ച കാരണം പോയില്ല. ഞാൻ ആ വഴിക്ക് തന്നെ തിരിച്ചിറങ്ങി ഫുഡ് കഴിക്കാനുള്ള ഒരു മൈൻഡിലായിരുന്നു. കഴിച്ചപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ കയറിയൊക്കെയാണ് ഇവിടെ അടുത്തുള്ളത്, വരുന്ന വഴി.
ഒരു ചായയും നല്ലൊരു ഉള്ളിവടയും കിട്ടി. ഒരു ചായയും ഒരു ഉള്ളിവടയും വെള്ളവും മേടിച്ചപ്പോൾ 35 രൂപ. അപ്പോൾ ഗൈസ് ഇതാണ് ആ തിരിച്ചു വരുമ്പോഴുള്ള വ്യൂ പോയിന്റ്. ഇതാണ് സാധാരണ എല്ലാവരും പിക്കൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.